സെൻട്രൽ ജയിലിൽ നിന്ന് തടവുകാരൻ രക്ഷപ്പെട്ടു. കൊയ്യോട് സ്വദേശി ഹർഷാദാണ് ജയിൽ ചാടിയത്. മയക്കുമരുന്ന് കേസിലാണ് ഇയാൾ ശിക്ഷിക്കപ്പെട്ടത്. സുനിൽ ഐസക്കുണ്ട് വിവരങ്ങൾ നൽകാനായി. സുനിൽ, എപ്പോഴാണ് സംഭവം? എന്താണ് ഉണ്ടായത്? ഏജൻസി MDMA കേസിൽ 10 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തിയ കൊയ്യോട് സ്വദേശി ഹർഷാദാണ് ഇന്ന് രാവിലെ തടവ് ചാടിയത്. കഴിഞ്ഞ വർഷമാണ് ഇയാൾ സെൻട്രൽ ജയിലിൽ എത്തിയത്. ഇന്ന് രാവിലെ 6:48 ഇയാൾ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെട്ടത്. സ്ഥിരമായി ഈ സെൻട്രൽ ജയിലിന് മുന്നിൽ രാവിലെ പത്രം കൊണ്ടുവന്നിടാറുണ്ടായിരുന്നു. ഈ പത്രം എടുത്തുകൊണ്ട് വന്നിരുന്നത് ഹർഷാദായിരുന്നു. പതിവ് പോലെ ഹർഷാദ് ഈ പത്രം എടുക്കാനായി പുറത്തേക്ക് പോയി. സ്വാഭാവികമായും പത്രം എടുത്തിയാൽ മടങ്ങി വരുമെന്നാണ് സുരക്ഷാ ജീവനക്കാർ കരുതിയത്. പക്ഷേ പത്രമെടുത്ത ഹർഷാദ് തൊട്ട് പുറത്ത് റോഡിൽ കാത്തു നിന്നിരുന്ന ഒരു ബൈക്കിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. എന്തായാലും ഇയാൾ ബൈക്കിൽ കയറി രക്ഷപ്പെട്ടതിന് ശേഷമാണ് പോലീസിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഒക്കെ ശ്രദ്ധയിൽ, ജയിലിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ ഇയാൾ രക്ഷപ്പെട്ട വിവരം അറിഞ്ഞത്. എന്തായാലും തൊട്ടു പിന്നാലെ തന്നെ കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. ടൗൺ പോലീസ് വ്യാപകമായ പരിശോധന നടത്തുന്നുണ്ട്. KSRTC സ്റ്റാൻഡ്, ഒപ്പം റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയിടത്തൊക്കെ പരിശോധന നടത്തുന്നുണ്ട്. ഈ ജയിലിൽ നിന്ന് ഇയാൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടാകാമെന്നും ആ മൊബൈൽ ഫോണിൽ ആരോടെങ്കിലും കൃത്യമായി ആസൂത്രണം ചെയ്ത ശേഷം മാത്രമാണ് ഇയാൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്നുമാണ് പോലീസിന്റെ ഒരു പ്രാഥമികമായ നിഗമനം. കഴിഞ്ഞ കുറേ നാളുകളായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കുറവുണ്ട്. അതുകൊണ്ട് തന്നെ പരിശോധന അടക്കം മുടങ്ങിയിരിക്കുകയാണെന്നൊരു പരാതിയുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഒരു തടവുകാരൻ രക്ഷപ്പെട്ടിരിക്കുന്നത്.